ഇന്ന് നമുക്ക് ചക്ക ബജി തയ്യാറാക്കാം. അതിനായി നന്നായി വിളഞ്ഞ ചക്ക എടുക്കണം. ഞാനിവിടെ ചക്കച്ചുള അടർത്തി രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട്. ബജി തയ്യാറാക്കാനായി പഴുപ്പ് കൂടി ചക്ക എടുക്കരുത്. പഴുത്ത ചക്ക കൊണ്ട് ബജി തയ്യാറാക്കിയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കാം. 2 സ്പൂൺ അരിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും അല്പം കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം കൂടി പോകാതെ നോക്കണം. മാവ് ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വയ്ക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ മാവിൽ മുക്കിയ ചക്ക ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ചക്കച്ചുള കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം ചക്കച്ചുള മൊത്തം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ 4 മണി ചായക്കൊപ്പമുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സോസും കൂടി ഇതുപോലെ ഒന്ന് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം.